ഗൈസ്, വെൽക്കം ബാക്ക് ടു ആസ്റ്റക് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്ക് സ്വാഗതം. നമ്മൾ അർബാനിയ അർബാനിയ നമ്മുടെ ഉണ്ടെന്ന്. ആ അർബാനിയാണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് ഒരു സ്റ്റിക്കറും ഒന്നുമില്ലായിരുന്നു, പക്ഷേ ഇരിങ്ങാന്നുണ്ടെന്നു സ്റ്റിക്കറൊക്കെ അടിച്ച് നമ്മുടെ സാധനമൊക്കെ ഇറക്കി നല്ല ബാക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വേണ്ട ഇപ്പോൾ പക്ഷേ ഇത് എന്നെക്കാളും കൊച്ചു കിട്ടും. വണ്ടിയുടെ പോലീസുകാർ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം അഴിച്ചു വെച്ചേക്കോ. കാണിച്ചു തരാം. ഇതിൻ്റെ ഫുൾ മോഡിഫിക്കേഷൻ ഞാൻ ഇങ്ങനെ ഉണ്ട്. ലൈറ്റ്സും എല്ലാം നമ്മൾ ബാക്ക് വശം എല്ലാം ഞാൻ വേണം കാണിച്ചു തരാം. നമ്മുടെ ഫോൺ നമ്മൾ മാറ്റി വെനം എന്നാണ് നമ്മുടെ എഡിഷൻ നെയിം. അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി ഇവിടെ നിറക്കാം. കർട്ടനൊക്കെ മാറ്റിട്ടെ. നമ്മൾ കർട്ടനൊക്കെ മാറ്റി സീറ്റ് ഇച്ചിരി ഹൈറ്റ് കൂട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് പുറം അങ്ങോട്ട് ഭയങ്കര വേദനയാവും. പിന്നെ ആശുപത്രി പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് അർബാനി എടുക്കാൻ ഒരു കാര്യമുണ്ട്. അർബാനി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു ചേസ് എടുക്കുന്നു. വീണ്ടും ചേസെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു വരുവാണ് അങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് വരുവാണ് തിരിച്ച്. പിന്നെ ആയിരിക്കും ബസ്സുമായിട്ട് ഇന്ത്യ വഴികളാണ് ഇത് കണക്ട് ചെയ്താണ്. ചെയ്യാൻ പോകുന്നത്. വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻസ് എല്ലാം ഇവിടെ കൂടുതലായതുകൊണ്ടാണ്. എല്ലാവരും ഞാൻ കാർ എടുത്തേനെ. അസിസ്റ്റൻസ് കൂടുതലാണ് നമുക്കിത്. അപ്പോൾ അസിസ്റ്റൻസ് എല്ലാവരും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ടേക്കാൻ പറഞ്ഞു. അമ്മമാരെല്ലാം ഇവിടെ വരും. അമ്മമാർ പക്ഷേ ഇപ്പോൾ വീട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ലൈറ്റും എല്ലാം ചെയ്യണം ഇതിന്, അല്ലെങ്കിൽ ഇരിക്കുമോ ഇല്ല. കൊണ്ടില്ല ഗൈസ് വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നുണ്ട്. ഇങ്ങനെ എടുക്കുന്നു. ലോക്ക് ചെയ്തു. വേറെ പ്രോബ്ലം ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലൊന്നും കുഴപ്പമില്ല. നമ്മളെന്തായാലും വീണ്ടും വണ്ടി ഓടി നടക്കുകയാണ്. നേരെ വീട്ടിലോട്ട് പോകും. പോക്കാവുന്നതിന് മുന്നേ വണ്ടി ഇടുന്നു.
വണ്ടി ഓണാക്കിട്ടോ. ഇവിടെ 2 പേർക്ക് വേണ്ടി അടിയായിരിക്കും. ഈ സീറ്റിൽ എന്തെങ്കിലും ചെയ്താലോ? കാശിയും കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ഫോണും ചാർജർ എടുത്തൊക്കെ ഞാൻ വരങ്ങനെ ഇരിക്കുന്നിരിക്കുകയാണ്. സാധനമൊക്കെ വെക്കാനുള്ള ഇതുണ്ട്, പക്ഷെ എനിക്കിവിടെ വെക്കാനാണ്. ഇല്ല, ഇവന്മാരെ അടിയാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് എടാ നീ എൻ്റെ സീറ്റ് വലിച്ചടക്കോലോടാന്നും പറഞ്ഞു. പിന്നെ അർബാനിയ ഇതാണ്. അല്ലേ വേണ്ട, അമ്മമാരിരുന്നോട്ടെ. ആർക്കേലൊക്കെ ഇരിക്കുമെങ്കിൽ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയാം, നമുക്ക് എന്താ സൈഡ് നോക്കാൻ ഒരാൾ ഇറങ്ങണം. ബൊബ്ബാർക്ക് അതിനകത്ത് ആരാണ്ട് ഒരാൾക്ക് മാത്രമേ സൈഡ് നോക്കാൻ അറിയത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. അത് വേറെ ആരുമല്ല, അർജുനാണ്. അവൻ കൃത്യമായിട്ട് പറഞ്ഞു തരും സൈഡ്, വണ്ടി ഇടിക്കത്തുമില്ല. അപ്പോൾ എന്തായാലും അവന്മാരെല്ലാം വന്നിട്ടാണ് അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. സ്കൂട്ടറൊക്കെ ഇവിടെ കണ്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, അവിടെ കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. പോട്ടെ പോട്ടെ, അവിടെ സൈഡ് ഒക്കെ വരാം, അവിടെ ഇറങ്ങണം. എടാ സീറ്റിന് ലൈറ്റാ, ആരാണ്ട് അതിനെ തെല്ലിയടി അടിച്ചു വെച്ചു. നമ്മൾ പൊളിച്ചു തരും. എടുത്ത് പോയപ്പോഴത്തേക്കാണ് ചീസ് എടുത്താലേ പറ്റത്തുള്ളൂ. എന്തായാലും എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വേണം. ഇന്നിപ്പോൾ ചേച്ചി ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വരുമ്പോഴത്തേനും 2 കുട്ടികൾ തൊട്ടാവുണ്ടല്ലോ ചേച്ചി. ബ്രോ ഇങ്ങോട്ട് ഇറങ്ങിക്കോ, ബ്രോയ്ക്ക് അത്യാവശ്യം വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പിലോട്ട് പോവാം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി പണിഞ്ഞ് റെഡിയായി. എടാ എന്താടാ നിനക്കൊക്കെ ഈ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ തട്ടാനും പിടിക്കാനും. ഇങ്ങനെ കൂടെ എടുത്ത് ബ്രോയ്ക്ക് സ്വസ്ഥതമായിട്ട് പറ്റുന്ന കരയോ ഒഴിച്ചായോ ചോദിച്ചെടുക്കാം. നല്ലൊരു
ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത മാപ്പ് എത്തിയിരിക്കുന്നു. സീറ്റ് ശരിക്കും നമുക്ക് സീറ്റ് റെഡിയാക്കാം. സീറ്റ് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. ചരിഞ്ഞിരുന്നു. ഫ്രണ്ടിൽ മാത്രം AC കിട്ടുന്നുണ്ട്, ബാക്കിൽ AC കിട്ടുന്നുണ്ടോ? അതെന്തായാലും ഓഫ് ചെയ്തൊക്കെ ബാക്കിൽ എന്താ ഈ റോഡിലോട്ട് കൊണ്ടുവന്നു. പണി നടക്കുന്നു. ഇങ്ങോട്ട് കെട്ടിടാം. അവിടെ വേറെ സ്ഥലമില്ല. സർബാനി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വേണ്ട. ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ടോ അറിയോ? വണ്ടി ഇങ്ങനെ ഇടുവാണെങ്കിൽ പിന്നെ എടുക്കണം. എനിക്ക് ഭയങ്കര പാടാം. അത്രയോടെ നമ്മൾ പഠിച്ചു കയറി. നിങ്ങളെന്തായാലും ഇറങ്ങും. ഞാൻ വണ്ടി ഇട്ടിട്ട് വരാം. അല്ല നിങ്ങൾക്ക് ആർക്കും ഇറങ്ങാനും പറ്റില്ല. നീ ഇറങ്ങി. ആ ഓക്കെടാ. ബാക്കിലല്ല, ഞാൻ കൊടുത്തരാം. കൊണ്ടുപോ. ഡോറില്ല ഇട്ടേക്കാം. അല്ലേ വേറെ വല്ലവരും ചോട്ടിത്തരണം എടുത്തോണ്ട് പോകും.
ഭയങ്കര പാട്. പിന്നെ നമ്മൾ ഇപ്പോൾ വണ്ടി ഒരു വിധത്തിൽ പാർക്ക് ചെയ്തിട്ടേക്കുവാണ്. സൈഡൊന്നും അറിയത്തില്ല. എല്ലാം അടച്ചിട്ട് ചെല്ലാം. അർബാനി എന്നെക്കാളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൊച്ചു മനുഷ്യനെ. ഇത് കൊള്ളാമല്ലോ. ഇതൊന്ന് മറിച്ചിടാൻ തോന്നുന്നു. മറിച്ചിടാൻ പറ്റുമോ? ഇത്ര ഫോട്ടോ ഉണ്ട് കേട്ടോ. ചേച്ചി പൊളിച്ച്. എന്താണോ മേടിക്കുന്നേ? എന്താ ഇവിടെ ഇരി. ഇവിടെ 15 പേർക്ക്. അത് വേറെ സെക്ഷനുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ നല്ല ബെഞ്ച്. ഒതുങ്ങിക്കിരിക്കും. അല്ലേ പിന്നെ അവിടെ ഇരിക്കണം. ഇവര് നല്ല തടി വെച്ച് ഇവിടെ ഫ്രണ്ടെടുത്ത്. ഇവിടെ ഇരിക്കണം. ഇത് വലിയ മേശ. വലിയ കേസ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വണ്ടി എടുക്കുകയാണ്. അവന്മാര് പുറത്ത് കയറ്റി. സൈഡ് മുട്ടറത് ഇല്ല കൂറ്. ഓക്കെ സ്ഥിരക്ക് നേരെ. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ചീസ് എത്ര മണിക്ക് എടുക്കണ്ടേന്ന് അറിയാം. ഇവിടെ അടുത്തായിട്ടല്ലേ. ശരി ശരി കയറും. കുറച്ചുകൂടെ പോകണം. ഞാൻ ചേച്ചിൻ്റെ ആൾക്കാരെ വിളിച്ചു നോക്കിയിട്ട്. ൂക്കെല്ലാം മേടിച്ച് കൂട്ടുന്നല്ലോടാ. ഓരോ ഓടുന്നുണ്ട് കൊച്ചിന്. ഇവിടെ വന്ന് സ്റ്റേ അടിക്കാം കേട്ടോ. ഇവിടെ ഇച്ചിരേ ഉള്ളൂ. ചേച്ചി ഇവിടോട്ട് വരണം. ചേച്ചി ഇവിടെ ഇടണം. അല്ലാതെ ഞാനങ്ങ് പറ്റില്ല. ഇത്രയും ദൂരം അടിച്ചു ഞാൻ. സാറ് എന്താ ചേസിൻ്റെ അത് ഓപ്പൺ അല്ലേ? ഓപ്പണാണ്. പെട്ടെന്ന് വരണേ. എന്താ സാറിന് വീട്ടിൽ പോകാനുണ്ടോ? അല്ല അപ്പം അവിടെ നിന്നാൽ മതി. ഞങ്ങൾ പതിയെ വരുന്നു. ഇച്ചിരൂടെ പതിയെ വരും. പതിയെ വരും. എന്തെന്ന് വെച്ചിട്ട് അടാ ഇവിടെ വണ്ടി എന്തോ നോക്കട്ടെ. ഞങ്ങൾ വരാവേ. അവർ മാർക്കുന്ന സാധനം. അവിടെ ഇവന്മാര് പറ്റും. ഫാക്ടറി ഫാക്ടറി ഫാക്ടറി. ഡാൻസ് കളിക്കാൻ സമയം വേറെ വരാം. സ്റ്റിക്കർ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ സ്റ്റിക്കറാണ് ഇത്. പിൻട്രസ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്.
വേണ്ടതല്ല മേടിക്കുക. എന്നിട്ട് പിക്സൈട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് കറക്റ്റാക്കണം. എന്നിട്ട് പുതിയ വണ്ടി ഇറക്കാൻ സ്റ്റേ അടിക്കാനുള്ള സ്ഥലത്തന്നെ സൈഡ് സെപ്പറേറ്റാണ് വരുന്നത്. ചൂടെ പോകണം. അപ്പം ഞങ്ങൾ ചേസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചേസ് എടുക്കുന്നതാണ് വരുന്നത്. ഞങ്ങൾക്കിത് കൂടുതൽ ഗൂഗിൾ പേ പറഞ്ഞു തന്നെ നിന്നെ കട ഞാൻ പൊട്ടിക്കും വലിയേക്കും. ഇവിടുന്ന് ഇവിടേക്കൊക്കെ നിർത്തുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് ചേസ് ഇവിടെ നമ്മൾ തമ്മിൽ നോക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയെങ്കിൽ വേറെ ഇവിടുത്തെ കമ്പനി മാനേജറിനെ ഞാൻ വിളിച്ചാൽ പറ്റും. ഇതുകൊണ്ട് സാർ നമ്മളൊരു എപ്പോഴും കോണ്ടാക്ട് ചെയ്യണം. അയ്യോ വണ്ടി അയ്യോ 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 സ്റ്റേ അടിക്കാൻ പറ്റുള്ളൂ. ദൂരമുണ്ട്. എവിടെ വലിയ സ്ഥലം നിങ്ങളുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടോ? നല്ലത്. നിങ്ങളുടെ ഫ്രണ്ട് എന്താ നിങ്ങളെ വീടിൻ്റെ നിങ്ങളെ കമ്പനി കാണുമ്പോൾ മറ്റേ കാന്തോർ എന്താ അവിടെ ജമാറിന് പറയുന്ന സ്ഥലത്ത് പോലീസോ അതിൻ്റെ ഇപ്പുറത്ത് എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടി കിടക്കുന്നുണ്ട്. ഒരു ഓർത്ത് ഒരു ശബ്ദം കേൾക്കും. അയ്യോ നിങ്ങൾ ഇറങ്ങിയില്ലല്ലേ? എനിക്ക് നിങ്ങൾ ഇറങ്ങടാ. നീ ഇപ്പം ചവിട്ടി ഇതിൻ്റെ മണ്ടേ കൂടെ പോ. അപ്പം നമ്മുടെ ചെയ്തെടുക്കുകയാണ്. അർബാനിയന്മാർ കൊണ്ടിടുകയാണ്. സ്ലീപ്പിങ്ങിൻ്റെ നമ്മൾ സ്ലീപ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കാണിച്ചു തരാം സ്ഥലം. ഇവിടുന്ന് അടുത്തറ ദൂരം പോയിട്ട് ഇവിടുന്ന് സ്റ്റേ. ഫുഡ് പിടിക്കണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരണം. ഇച്ചിരി ഉള്ള സ്ഥലം അതാണ്. അങ്ങനെ വേണം സ്ഥലമായി. എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അമ്മമാർ അർബാനിയെ കൊണ്ട് ഇട്ടിട്ട് വരട്ടെ. എന്നിട്ട് കാണും ഗൈസ്. എന്നിട്ട് അർബാനിയും കൊണ്ടിട്ട് ചേസ് ഇറക്കിയിട്ട് കാണും. എന്തായാലും ചേസ് എടുത്താലേ പറ്റത്തുള്ളൂ. അത്യാവശ്യം പുതിയ ബസ്സാക്കണം അത്രയും പെട്ടെന്ന്. പാക്കേജ് എടുത്താൽ വരുന്നുണ്ട്. അതാണ് ഇനി എന്തായാലും അമ്മമാർ വന്നിട്ട് കാണാം.
ഫൈനലി അമ്മമാരൊക്കെ വന്ന് എന്തായാലും എല്ലാം കഴിഞ്ഞു, പേയ്മെൻറ്റും എല്ലാം കൊടുത്തു. ഇനിയും ബാറ്ററി എല്ലാം ഫിറ്റ് ചെയ്യുവാണ്. നമ്മുടെ കയ്യിൽ തന്നെ ബാറ്ററി എടുത്തൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു ചേസ് എഴുതി തരുമ്പോൾ ബാറ്ററി എഴുതി തരൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി ഫിറ്റ് ചെയ്യാം. അങ്ങോട്ട് പറയും ഹാരമെല്ലാം അണിഞ്ഞേക്കാം. ഹാരം അണിയുന്നതിന് മുന്നേ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ റിബൺ കിട്ടുന്നുണ്ട്. റിബൺ ആദ്യം ഇതുപോലെ വലിച്ച് കിട്ടട്ടെ. എന്നിട്ട് നമ്മുടെ ബാറ്ററി ഫിറ്റ് ചെയ്യട്ടെ. ബാറ്ററി ഫിറ്റ് ചെയ്താലേ അത്രേ ഉള്ളൂ, നമ്മൾ ബാറ്ററി ഫിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒച്ചരൂടെ കയറ്റിടിച്ചാലും വേണ്ട ഇനി അത് പോയെന്നും പറഞ്ഞ് ചീസിൻ്റെ ആൾക്കാരടിക്കണ്ട. അതല്ല, ഹാരം അണിയാനുണ്ട്. ഇപ്പോഴാണ് വണ്ടി പൊളപ്പനായത്. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഇപ്പോൾ വരും. അത് വേറെ നമ്മുടെ അസിസ്റ്റൻസ് തന്നെയാണ്, പേടിക്കേണ്ട. അന്നേരം തന്നെ കൊട്ടും മേളമൊക്കെ നടത്തി തരും. ഇത് എയർഫോൺ ഇല്ല, സോറി. ഇച്ചിരൂടെ നിനക്കൊന്ന് ഈ സൈഡിൽ കൂടെ കയറി പോകുന്നത്. ഫുള്ള് റൂം നമ്മളാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് 12 അസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ 12 അസിസ്റ്റൻസ് ഇവിടെ ഞങ്ങൾ ഈ ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ ഹാരമെല്ലാം അടിക്കണ്ടെന്ന് വെച്ചിരിക്കുന്നു. അപ്പം വണ്ടിക്ക് വരെ നമ്മുടെ
ഫോണ് കുത്തിയിടം. എൻ്റെ ഫോണിൽ ഇതിനകത്ത് ഗെയിമിനകത്തുള്ള ഫോണും കുത്തിയിടണമല്ലോ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയുടെ വരുന്നോളം വരെ ബൈ. എന്ന് വെച്ചാൽ ഇനിയും നമ്മൾ ബാംഗ്ലൂർ പോകുന്നുണ്ട്. ബാംഗ്ലൂർ പോകുമ്പോൾ ഈ വേഷമൊന്നും ആയിരിക്കത്തില്ല, അത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയിട്ടുള്ളതാണ്. വേറൊരു വീഡിയോയുടെ വരുന്നോളം വരെ ബൈ ഗായ്സ്.